നമസ്കാരം. നേപ്പാളിൽ നിന്ന് 6 ദിവസം മുൻപ് പുറപ്പെട്ട 5 ടൂറിസ്റ്റ് ബസ്സുകൾ, അതിൽ നിറയെ വിശ്വാസികൾ. തിരുവല്ല കുറ്റപ്പുഴ ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിൻ്റെ ആസ്ഥാനത്തെ കൺവെൻഷൻ സെൻറ്ററിൽ മോർ അത്തനേഷ്യസ് യോഹാൻ്റെ മൃതദേഹം വഹിച്ച പേടകത്തിന് മുന്നിലായി അല്പം മാറി നിലത്തിരുന്ന് അവർ പ്രാർത്ഥനാ മന്ത്രങ്ങൾ ഉരുവിട്ടു. തങ്ങളെ അത്രമേൽ സ്നേഹിച്ച മെത്രാപ്പൊലീത്തയുടെ വിയോഗം അവർക്ക് താങ്ങാൻ കഴിയുമായിരുന്നില്ല. 7ാം ഘട്ട ശുശ്രൂഷകൾ ആരംഭിക്കുന്നതിന് അല്പം മുൻപ് മോർ അത്തനേഷ്യസ് യോഹാൻ്റെ പത്നി ജർമ്മൻ സ്വദേശിനി ഗിസിലിയ യോഹന്നാനും മകൾ സാറയും കൊച്ചുമക്കളും ശവമഞ്ചത്തിനരികിൽ ഇരിപ്പുറപ്പിച്ചു. ചങ്ങനാശ്ശേരി അതിരൂപത അധ്യക്ഷൻ മാർ ജോസഫ് പെരുന്തോട്ടം, ആരോഗ്യമന്ത്രി വീണ ജോർജ് എന്നിവർ സമീപത്തെത്തി അവരെ ആശ്വസിപ്പിച്ചു. യോഗവും പറഞ്ഞപ്പോൾ മുതൽ സഭയോട് ഒപ്പം നിന്ന് സംസ്ഥാന സർക്കാരിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ സഹായവും ചെയ്തിരുന്ന ശ്രീമതി വീണ ജോർജ് ഇപ്പോൾ റീത്ത് സമർപ്പിക്കുന്നു. കേരളത്തിലെ ആരാധകയായ ആരോഗ്യമന്ത്രി ഇപ്പോൾ അനുശോചനം രേഖപ്പെടുത്തി. സംവിധായകൻ ബ്ലസ്സിയുടെയും കലാസംവിധായകൻ പ്രശാന്തിൻ്റെയും നേതൃത്വത്തിലാണ് പൊതുദർശനം ഡിസൈൻ ചെയ്തിരുന്നത്. സംസ്കാര ശുശ്രൂഷ സമയത്ത് മഴ ഇരമ്പിയാർത്ത് പെയ്തു. അതൊന്നും വകവയ്ക്കാതെ നാനാജാതി മതസ്ഥരായ വിശ്വാസികൾ ആദരാഞ്ജലി അർപ്പിക്കാൻ എത്തിക്കൊണ്ടേയിരുന്നു. KP യോഹന്നാൻ സുവിശേഷ പ്രവർത്തകനായിരിക്കുമ്പോൾ റേഡിയോ പ്രഭാഷണങ്ങളിലൂടെ മനസ്സ് മാറ്റപ്പെട്ടവരായിരുന്നു അവരിൽ ചിലരെങ്കിലും. ഇതര സഭകളിലും മതങ്ങളിലും പെട്ടവർ ആദരാഞ്ജലി അർപ്പിച്ചു മടങ്ങി. കശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ളവരും ഇന്ത്യയുടെ അയൽരാജ്യങ്ങളിൽ നിന്നുള്ളവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ടെന്ന് സഭാ സെക്രട്ടറിയും യോഹന്നാൻ മെത്രാപ്പൊലീത്തയുടെ മരുമകനുമായ റവറൻ ഡോക്ടർ ഡാനിയൽ ജോൺസൺ പറഞ്ഞു. നേപ്പാളിൽ നിന്ന് വിവിധ ബസ്സുകളിലായി 6 ദിവസം സഞ്ചരിച്ച് എത്തിയവരുടെ കഥ അദ്ദേഹമാണ് പറഞ്ഞത്. തുടർന്ന് പോലീസിൻ്റെ ഗാർഡ് ഓഫ് ഓണർ ഏറ്റുവാങ്ങി ഭൗതിക ശരീരം ഖബറടക്കുന്നതിനായി കുറ്റപ്പുഴയിലെ സെൻറ് തോമസ് ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിലേക്ക് കൊണ്ടുപോയി. സംസ്കാര ശുശ്രൂഷയുടെ ദൃശ്യങ്ങളിലേക്ക്. അയ്യോ, എന്റെ നാഥന്റെ മുമ്പിൽ ഞാൻ നഗ്നനായി തീരുമല്ലോ എന്ന വിചാരം എന്നെ ലജ്ജിപ്പിക്കുന്നു. മെത്രാപ്പൊലീത്തയുടെ വേർപാടിന് അനുശോചനവും പ്രാർത്ഥനയും ബിലീവേഴ്സ് ഈസ്റ്റേൺ സഭയുടെ കർത്താവിൻ്റെ നാമത്തിൽ ശുശ്രൂഷ ചെയ്യുകയും അവിടുത്തെ നാമം അറിയിക്കുന്നതിന് തൻ്റെ ജീവിതം സമർപ്പിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. Amen.
കള്ളൻ രാത്രിയിൽ മോഷ്ടിക്കാൻ വരുന്നത് പോലെ നശ്വരമായ ലോകമേ, നീ എന്നിലെ എത്രയോ സദ്ഗുണങ്ങളിലേക്ക് കവർന്നെടുത്തു. എന്റെ ആത്മീയ സൗന്ദര്യത്തെ നീ ഇല്ലാതാക്കി. മായകളുടെ അംഗങ്ങൾ ഇപ്പോൾ തയ്യാറാകും. ആരാധനായ മുഖ്യമന്ത്രിക്ക് വേണ്ടി പത്തനംതിട്ടയുടെ ജില്ലാ കളക്ടർ റീത്ത് സമർപ്പിക്കുന്നു. ഒപ്പം ആരോഗ്യമന്ത്രി, MP, MLA എല്ലാവരും സന്നിഹിതരായിരിക്കുന്നു. ആരാധനായ ജില്ലാ കളക്ടർ റീത്ത് സമർപ്പിച്ച് ഔദ്യോഗിക ബഹുമതികൾ മുഖ്യമന്ത്രിക്കും സംസ്ഥാന സർക്കാരിനും വേണ്ടി ചെയ്യുന്നതായിരിക്കും. Reset!